ബോബി ചെമ്മണ്ണൂര് എറണാകുളം ജില്ലാ സബ് ജയിലിൽ തന്നെ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ചൊവ്വാഴ്ച കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദഗതികൾ പറയും, അദ്ദേഹത്തിൻ്റെ ആവശ്യം പറയും. ജാമ്യം വേണം, അദ്ദേഹത്തിന് ഇനി ജയിലിൽ ഇടാൻ പാടില്ല, സബ് ജയിലിൽ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം ഇനി മേലിലൊരു കുഴപ്പം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, അതിനുള്ള ഗ്യാരണ്ടി അഡ്വക്കേറ്റ് രാമൻപിള്ള കോടതിക്ക് നൽകാം എന്നുവരെ പറഞ്ഞു. ഹൈക്കോടതി ആ വാദഗതികളെല്ലാം കേട്ടു. ഇത് തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂരെ പോലെയുള്ള ഒരു വ്യക്തി, ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുള്ളൊരു വ്യക്തി, ദ്വയാർത്ഥ പ്രയോഗങ്ങളും കുറേ നാളുകളായി അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പത്രവാർത്തകളിൽ കൂടിയും ചാനലിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബിൽ കൂടെയും ഒക്കെ അത് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തീർച്ചയായിട്ടും ഒഫൻസീവാണ്. അതുകൊണ്ട് ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്നത് കേസുകൾ സെക്ഷൻ 75 BNS അതുപോലെ IT ആക്ട് 67 വെച്ചാണ്. ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഹണി റോസിൻ്റെ എടുക്കാൻ അവർ ശ്രമിക്കുന്നു, എടുത്തു എന്ന് പറയുന്നു. എന്തായാലും അത് കൂടുതൽ ഒഫൻസുകൾ റിവീൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആകും എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന സന്ദർഭത്തിൽ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഒരു പ്രാവശ്യം ചുറ്റിക്കുന്നത് നമ്മൾ കണ്ടു, പിന്നീട് ഒന്നുകൂടെ ചുറ്റിക്കുന്നത് കണ്ടു. അതൊരു ക്രിമിനൽ അസാൾട്ട് ആണ്, യാതൊരു സംശയവുമില്ല. ആ കുട്ടിയുടെ ബോഡി തൊടാൻ ഇദ്ദേഹത്തിന് അവകാശമില്ല. ആ ബോഡി തൊട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അത് സെക്ഷൻ 76 BNS വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും സെക്ഷൻ 79 BNS. ഈ രണ്ട് സെക്ഷനും കൂടെ ആഡ് ചെയ്യാനുള്ള സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിവിടെ വരുമ്പം അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുക്കണം. അവർ 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവർ ഈ പ്രവർത്തികൾ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ 2 വർഷത്തെ ഏതൊക്കെ സന്ദർഭത്തിലാണ് അവഹേളനപരമായ പ്രവൃത്തി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ സ്റ്റോക്കിങ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കുറ്റങ്ങളും ഇനി വന്നു ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ 1-2 സ്ഥാപനങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചു, അതിനവർ പോയി. മോശമായ പെരുമാറ്റവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ വന്ന് മടുത്ത് മാനസികമായി തകർന്നു കഴിഞ്ഞ് 3ാമത് വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല. വേറെ പല സ്ഥലത്ത് ഈ പെൺകുട്ടി ഹണി റോസ് ഇതുപോലെയുള്ള ഫംഗ്ഷന് ചെന്നപ്പം അവിടെ ഇയാൾ വലിഞ്ഞു കയറി വന്നു, അവിടെയും ഹരാസ് ചെയ്യാനും അതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താനും അവഹേളിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ള വരുന്നുണ്ട്. അപ്പോൾ അതൊരു സ്റ്റോക്കിങ്ങിൻ്റെ പരിധി തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഒഫൻസ് എന്തായാലും ഇതിനകത്തൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഈ BNS 76, 79 കൂടെ വരുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇനി അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വേറെ വല്ല ഒഫൻസ് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൂടെ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി മോശമായ ചില സന്ദർഭങ്ങളിൽ അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കിന് വലിയ ദ്വയാർത്ഥ പ്രയോഗം അവഹേളനം ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുന്തി ദേവിയെ പറ്റി അവിടെ പറഞ്ഞത് അത് വളരെ അരോചകമായ ഒന്നാണ്. അത് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് അതിന് വേറെ തെളിവുകളൊന്നും വേണ്ട, അതിന് വേറെ സാക്ഷികൾ വേണ്ട. ആ പെൺകുട്ടിയുടെ മൊഴികളും IT ആക്ട് അനുസരിച്ച് 67 അനുസരിച്ച് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി ഉള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം, അത് മാത്രം മതി ബോബിയെ ശിക്ഷിക്കാനെന്ന് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് ഇനി വേറെ ആൾക്കാരുടെ സാക്ഷികളുടെ ആവശ്യമില്ല. കോടതിക്ക് നേരിട്ട് ഡയറക്റ്റ് എവിഡൻസ് കിട്ടുകയാണ്. ആ പെൺകുട്ടിയുടെ മൊഴിയും 164 ഉണ്ട്, കൂടാതെ പോലീസ് കൊടുത്ത മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഡിജിറ്റൽ എവിഡൻസ് കൂടെ ആ പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്. പെൻഡ്രൈവിൽ അതും പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്, അത് കോടതിയിൽ ലഭിക്കും. അതുകൊണ്ട് പോലീസ് പെട്ടെന്ന് ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നു. 45 ദിവസത്തിനകം കൊടുത്തേക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏതായാലും ഫസ്റ്റ് റിമാൻഡിനുള്ളിൽ ജാമ്യം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നുണ്ട്. കാരണം 14 ദിവസത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 21-ാം തീയതി വരെ അല്ലെങ്കിൽ 22-ാം തീയതി വരെ റിമാൻഡിലാണ്. ആ സമയത്തിനുള്ളിൽ ഹൈക്കോടതി ഇത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഗണിക്കുമ്പോൾ പോലീസ് ഭാഗം കേൾക്കണം. ആ പോലീസ് ഭാഗം കേൾക്കുന്ന 2, 3, 4 ദിവസം അല്ല 4-5 ദിവസം അവർക്ക് കൊടുക്കണം. അടുത്ത ദിവസം തന്നെ പറയാൻ പറ്റില്ല. കേസുകാർ ചിലപ്പോൾ ഹാജരാക്കേണ്ടി വരും.
അത് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരാഴ്ചയോടെ പോകും. എന്തായാലും ഫസ്റ്റ് റിമാൻഡിനുള്ളിൽ ബോബി ചെമ്മണ്ണൂര് വെളിയിലിറങ്ങാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് ഞാൻ കാണുന്നത്. സെക്കൻഡ് റിമാൻഡിൽ ചിലപ്പം ഹൈക്കോടതി ജാമ്യം കൊടുത്തിരിക്കാം. പക്ഷെ ജാമ്യം കൊടുത്താലും ശരി, വളരെ പെട്ടെന്ന് ഇതിൻ്റെ ട്രയൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഈ ഒരു കേസോടുകൂടി കേരളത്തിലെ പല മാന്യന്മാരും വളരെ മോശമായ പദപ്രയോഗങ്ങളും ഒബ്സീൻ വേർഡ്സുകളും യൂട്യൂബിലും ചാനലിൽ കൂടെയൊക്കെ പറയുന്നതുണ്ട്. ആ പറയുന്നത് ഓഫൻസ് ആണ് എന്ന് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിക്കോളൂ. സബ് ജയിലിൽ കിടക്കാൻ തയ്യാറായിക്കോളൂ. പലരും അവർ ഇട്ടിരിക്കുന്ന കമന്റുകൾ പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടത് കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അത് റിട്രീവ് ചെയ്ത് പോലീസ് എടുക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. അത് അണിറോസ് മാത്രമല്ല, ഇതുപോലെയുള്ള മാലാപാർവതിയുടെ ഒരു കേസ് കൂടെ വരുന്നുണ്ട് പിന്നാലെ. അത് 2-3 മാസമായിട്ട് പോലീസ് അത് ഇത്ര ദ്വരയോടുകൂടി അന്വേഷിച്ചതായിട്ട് കാണുന്നില്ല. എങ്കിലും ഈ സംഭവത്തിന് ശേഷം അതും ചിലപ്പം ചൂട് പിടിച്ചു വരും. മാലാപാർവതി അവഹേളിച്ച, ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത ആ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മലിന മനസ്സുള്ളവരൊക്കെ പിന്മാറിക്കൊള്ളുക. നിങ്ങൾ സഭ്യമായ ഭാഷയിൽ നിങ്ങൾ കമന്റ് ഇടുക. മോശമായിട്ടും പറഞ്ഞോളൂ, ക്രിട്ടിസൈസ് ചെയ്തോളൂ. പക്ഷേ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒബ്സീൻ വേർഡ്സുകളും ദയവായി ഒഴിവാക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു സംസ്കാരമുള്ള ഒരു സോഷ്യൽ മീഡിയ കേരളത്തിൽ ഉണ്ടാകട്ടെ ഈ സംഭവത്തിന് ശേഷം എന്നാണ് എൻ്റെ പ്രാർത്ഥന.